എത്രയൊക്കെ ടോപ്പിക്സ് ക്ലിയർ ചെയ്തിട്ടും ക്വാൺസ് മാത്രം ശരിയാവുന്നില്ല. ക്വാൺസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ്. എന്തൊക്കെ ടോപ്പിക്സ് ക്ലിയർ ചെയ്തു, എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കി, എന്നിട്ടും ശരിയാവുന്നില്ല. ഇതെന്താ ഇങ്ങനെ? എനിക്ക് മാത്രമാണോ ഇങ്ങനെ? സോ ഇതിനൊക്കെയുള്ള ഒരു ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. അപ്പോൾ ക്വാൺസ് എന്ന് പറയുന്നത് ഏതൊരു ബാങ്ക് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചും ഒരു നൈറ്റ് മെയർ ആണ്. എന്തൊക്കെ ചെയ്തിട്ടും ക്വാൺസ് സെറ്റ് ആവുന്നില്ല, എന്തൊക്കെ നോട്ട്സ് ചെയ്തിട്ടും ഏതൊക്കെ ടീച്ചേഴ്സിനെ ഫോളോ ചെയ്തിട്ടും ക്വാൺസ് ശരിയാവുന്നില്ല. ആ ടീച്ചറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ശരിയാവും, അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അതുപോലെ മോക്ക് എടുക്കുമ്പോൾ പറ്റുന്നുണ്ട്, റിയൽ എക്സാം ആകുമ്പോഴേക്കും ക്വാൺസ് തൊടാൻ പോലും പറ്റുന്നില്ലാത്ത രീതിയിൽ ആങ്സൈറ്റി ആയി പോകുന്നു. എന്താണ് ഇതിനൊക്കെയുള്ളൊരു കാര്യം? അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ക്ലിയർ ചെയ്താൽ ക്വാൺസിനുള്ള പേടി മാറ്റാൻ പറ്റും, എങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇതെല്ലാം നമ്മൾക്ക് ഇനിയുള്ള ടൈമിലോട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്വാൺസിനെ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭയമാണ്, അല്ലേ? ക്വാൺസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? റീസണിങ് എനിക്ക് ഓക്കെയാണ്. ഒട്ടുമിക്ക ആസ്പിരൻസിൻ്റെയും ഒരു പരാതി എന്ന് പറയുന്നത് ക്വാൺസും ഇംഗ്ലീഷും ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഏറ്റവും ടഫായിട്ടുള്ളത്. അത് രണ്ടിൻ്റെയും ഇച്ചിരി ലെവൽ കുറേ ആയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയേനെ. ഈ ഒരു ബിഗിനറായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ ക്വാൺസിനെ ടാക്കിൾ ചെയ്യും? അങ്ങനെയുള്ള ഒരു ഭയം, ആ ഒരു ഉൾഭയമാണ് ഒട്ടുമിക്ക ആസ്പിരൻസിനും ഉള്ളത്. സോ നിങ്ങൾ കൂടുതലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാൺസിനെ ആ ഒരു പേടി, ആ ഒരു ഭയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരു ഡേയിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ക്വാൺസിന് ആ ഒരു ടൈം അലോട്ട് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യും? ആദ്യം റീസണിങ് എടുക്കും. കാരണം റീസണിങ് ആണ് ഏറ്റവും ഭൂരിപക്ഷമുള്ള ആസ്പിരൻസിനും സിമ്പിളായിട്ടുള്ള ഏരിയ. അതല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. സോ ക്വാൺസിന് എന്ത് ചെയ്യും? തഴയും. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു മോക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ദെൻ അങ്ങനെ മാറ്റി 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 ക്വാൺസിനെ നിങ്ങൾ എന്ത് ചെയ്യും? സമയം അതിനുള്ള ടൈം കൊടുക്കാതെയോ അതല്ല എങ്കിൽ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു മടുപ്പ് മനസ്സിന് കൊടുത്തിട്ടായിരിക്കും അതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് അതെന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റുക. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നിങ്ങൾക്ക് പേടിയുള്ള, നിങ്ങളെ പേടിപ്പെടുത്തുന്ന സബ്ജക്റ്റ് ഏതാണോ, അതിപ്പോൾ ക്വാൺസ് അല്ല, റീസണിങ് അല്ല, ഇംഗ്ലീഷ്, അത് ഏതാണോ അതിനെ ആദ്യം എന്ത് ചെയ്യുക? പഠിക്കാൻ തുടങ്ങുക. അതിനെ ആദ്യം പഠിക്കുമ്പോൾ അത്രയും വലിയൊരു ഭാരം ഞാൻ ഇറക്കി വെച്ചല്ലോ എന്ന ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക? ഏറ്റവും ആദ്യം ക്വാൺസ് തന്നെ പഠിക്കാൻ എടുക്കുക. ഓക്കെ, ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്വാൺസിൽ ഉള്ളതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ അരിത്തമെറ്റിക് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ ക്വാൺസിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നും നോക്കാം. ഓക്കെ, ക്വാൺസിൽ മെയിനായിട്ടും ഉള്ളത് എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാണ് സ്പീഡ് മാത്സ്, 2 DI ആൻഡ് 3 അരിത്തമെറ്റിക്. ഓക്കെ, ഇതിൽ ഈ 2 കാര്യങ്ങളെ എങ്ങനെയും ചെയ്യാം, ബട്ട് ഈ ഒരു കാര്യത്തിനെ മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. സോ നമ്മൾക്ക് ആദ്യം മുതൽ സ്പീഡ് മാത്സ് മുതൽ തുടങ്ങാം. സ്പീഡ് മാത്സിൽ എന്തൊക്കെയാണുള്ളത്? സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ. സോ ഈ 3 ഏരിയാസ്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, റോങ് നമ്പർ, മിസ്സിംഗ് നമ്പേഴ്സ്, ഇത്രയും ഏരിയാസിനെ ഒന്ന് നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ക്ലർക്ക് ലെവൽ, പ്രിലിംസിൽ ഒരു ക്ലർക്ക് ലെവലിൽ ഒരു 10 to 15 മാർക്സ് അവിടുന്ന് തന്നെ കിട്ടാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം, ഇത്രയും സ്പീഡ് മാത്സിൻ്റെ സെക്ഷൻ അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാൽക്കുലേഷൻ സ്പീഡാണ്. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 8 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, റോങ് നമ്പർ, മിസ്സിങ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാൽക്കുലേഷൻ സ്പീഡാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് അറിഞ്ഞാലും ആ ഒരു കാൽക്കുലേഷൻ സ്പീഡ് ഇല്ല എങ്കിലാണ് ഈ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷന് കുറച്ച് കൂടുതൽ ടൈം അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ അരിത്മെറ്റിക്കിലോട്ടോ DIയിലോട്ടോ വരാൻ പോലും പറ്റാതെ ടൈം ഔട്ടായി പോകുന്നത്. സോ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, അതുപോലെ തന്നെ ക്യൂബ് റൂട്ട്സ്, സ്ക്വയർ റൂട്ട്സ്, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ വാല്യൂസ്, ഇത്രയും കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 30 വരെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.
ക്യൂബ്സ് ഒരു 15 to 20 വരെയുള്ള ക്യൂബ്സും, അതുപോലെ തന്നെ സ്ക്വയേഴ്സ് ഒരു 20 വരെയുള്ള സ്ക്വയേഴ്സും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സും മനസ്സിലാക്കി വെക്കുന്നതും, അതുപോലെ തന്നെ അത് ബൈ ഹാർട്ടായി വെക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വൈറൽ മാത്സിൻ്റെ സെഷൻസ്. ഓക്കെ, പല ടീച്ചേഴ്സും നമുക്ക് വൈറൽ മാത്സിൻ്റെ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് കാണുന്നതും അതായത് ഈ വേദിക് മാത്സിൻ്റെ ട്രിക്സ് ഒക്കെ മനസ്സിലാക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ വാല്യൂസ്, സിമ്പിളായിട്ട് ഫ്രാക്ഷൻസ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഷോർട്ട് ട്രിക്സുകൾ, അങ്ങനെയുള്ള വാല്യൂസും എന്ത് ചെയ്യണം, ഫ്രാക്ഷൻസിൽ ബൈ ഹാർട്ടാക്കി വെക്കണം. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ സ്പീഡ്സ് ഇമ്പ്രൂവ് ആക്കുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റുമ്പോൾ തന്നെ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് നമ്മളുടെ ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ്. ബാക്കി ടോപ്പിക്സ് ഒക്കെ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും കാൽക്കുലേഷൻ സ്പീഡ്സ് ഇല്ലെങ്കിൽ ദെൻ ദർ ഇസ് നോ യൂസ്. ഓക്കെ, സോ ഡെയിലി പഠിക്കുന്ന ആ ഒരു ഡെയിലി റുട്ടീനിൽ ഒരു 15 മിനിറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ക്യൂബ്സും സ്ക്വയേഴ്സും ഒക്കെ എഴുതാൻ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം. ഇങ്ങനെ ഒരു 1 വീക്ക് തന്നെ ചെയ്യുമ്പോൾ ആ ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മാത്സ് ട്രിക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പിൻ്റെ കാര്യം. ആ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രീ ടൈംസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ളത്. സോ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പിന്നെയും പിന്നെയും ആൾക്കാർ ചോദിക്കുന്നത് സ്പീഡില്ല എന്നുള്ള കാര്യമാണ്. സോ ഇങ്ങനെയുള്ള നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് ബാക്കി എത്രയൊക്കെ DIs സോൾവ് ചെയ്തിട്ടും എത്രയൊക്കെ അരിത്മെറ്റിക് ടോപ്പിക്സ് സോൾവ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് സ്പീഡ് മാത്സിന് ഈ ഒരു കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സ്പീഡ് മാത്സിൻ്റെ ഏരിയാസിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദെൻ ഈ ഒരു സെറ്റ് എന്തുമാത്രം ചെയ്യണം? ഓക്കെ, ഒരു 10 to 15 സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്താൽ മതിയോ? പോരാ. അതത്രയും ഒരു ബിഗിനർ ആയിട്ടിരിക്കുന്ന ഒരാൾ, സ്പീഡ് ഒട്ടുമില്ലാത്ത ഒരാൾ, പ്രിലിംസ് പാസ്സാവാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരിക്കലും അത്രയും ഒരു സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു PDF ഓപ്പൺ ചെയ്യുക. ദെൻ ആ ഒരു PDFൽ മേ ബി ഒരു 50 to 100 സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, അല്ലെങ്കിൽ ഒരു 50 to 100 അപ്രോക്സിമേഷൻ കാണും. അത് ഒറ്റ സിറ്റിങ്ങിൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നത്. ഇങ്ങനെ മാത്രമേ സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അതല്ലാണ്ട് അതിന് യാതൊരു പൊടിക്കൈകളും ഇല്ല. എനിക്ക് സ്പീഡ് ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നവർ ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് സ്പീഡ് ഇല്ലാത്തത്. അതുപോലെ തന്നെ നമ്മൾ ജയിച്ചു പോയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എക്സാംസിനെ ഈസി ചെയ്തിട്ടും ഉള്ളത്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ PDFs ഒക്കെ എൻ്റെ ടെലിഗ്രാം ചാനലായിട്ടുള്ള ദ മല്ലു ബാങ്കറിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ PDFs, ഓക്കെ, പല ഡേയ്സിലായിട്ടും അതുപോലെ തന്നെ പല തവണകളായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ PDFs അവൈലബിൾ ആണ്. സോ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ദെൻ നെക്സ്റ്റ് വണ്ണാണ് DI. ദെൻ നെക്സ്റ്റ് ആൾക്കാർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് DIനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, DI ചെയ്യുമ്പോൾ ടൈം കൺസ്യൂം ആവുന്നു എന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് പ്രിലിംസ് ലെവൽ DIs എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ലെവലുള്ള DIs ആണ്. ബട്ട് മെയിൻസിലോട്ട് വരുമ്പോഴാണ് DIക്ക് അതുപോലെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവലും കൂടുന്നത്. സ്പീഡ് മാത്സ് ഒക്കെ പ്രിലിംസിൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെങ്കിലും ബട്ട് മെയിൻസിലോട്ട് വരുമ്പോൾ അതിൻ്റെ നമ്പേഴ്സ് ലിമിറ്റഡ് ആണ്. ദെൻ DIസും അതുപോലെ തന്നെ അരിത്മെറ്റിക് ടോപ്പിക്സും ചെയ്താൽ മാത്രമേ അവിടെ നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, DIസിന് കൂടുതൽ പ്രാധാന്യം തന്നെ കൊടുക്കുക. ഒരു പ്രിലിംസിലാണെങ്കിൽ പോലും ഒരു 2 സെറ്റ് ഓഫ് DIs എന്താണെങ്കിലും എക്സാമിന് വരുന്നതായിരിക്കും. അവിടുന്ന് തന്നെ നമ്മൾക്ക് ഒരു 10 മാർക്സ് ഉറപ്പായിട്ടും ആ ഒരു DIയുടെ സെറ്റിൽ നിന്ന് തന്നെ കിട്ടും. സോ പ്രിലിംസ് പാസ്സാവാൻ അരിത്മെറ്റിക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഒരു 70% ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അരിത്മെറ്റിക് ഒരു മേ ബി ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും പ്രിലിംസ് ലെവലിൽ വരുന്നത്. സോ അതിൽ കുറച്ച് ഏരിയാസ്, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ് ക്ലിയർ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രിലിംസ് ലെവൽ ചെയ്തു പോകാൻ പറ്റും. എങ്ങനെ, ഈ സ്പീഡ് മാത്സും DIയും നിങ്ങളുടേത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അരിത്മെറ്റിക് ഇല്ലാണ്ട് പാസ്സാവാൻ പറ്റുകയുള്ളൂ. അതല്ലാണ്ട് പറ്റില്ല.
സോ ഡി ഐസിലോട് പറയുന്നതിന് മുൻപ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അരിത്തമെറ്റിക് ഏരിയാസ്. ഏതൊക്കെയാണ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജസ്, ആവറേജസ്. ഈ 3 സെക്ഷൻ, അരിത്തമെറ്റിക്കിൻ്റെ ഈ 3 സെക്ഷൻ എന്ത് ചെയ്യുക, നല്ല ഡീപ്പായിട്ട് പ്രിലിംസ് തൊട്ട് മെയിൻസ് വരെയുള്ള രീതിയിൽ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. ആ ഒരു 3 ഏരിയാസാണ് നമ്മളുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ 3 അരിത്തമെറ്റിക് ടോപ്പിക്സ് ആണ്. ഈ ഒരു ടോപ്പിക്സിൽ നിന്നാണ് ബാക്കിയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻസ്. സോ ഈ 3 ഏരിയാസിൽ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാവോ അത്രത്തോളം നിങ്ങളുടെ ഡി ഐ സെക്ഷനും അതുപോലെ തന്നെ അരിത്തമെറ്റിക് സെക്ഷനും ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡി ഐ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ റേഷ്യോ, പ്രൊപ്പോർഷനും, പെർസെൻറ്റേജും, ആവറേജും ഈ 3 ടോപ്പിക്സും എന്ത് ചെയ്യുക, ഇതിൻ്റെ ബേസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലെവൽസും എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കി വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡി ഐയിൽ വരുന്ന കാര്യങ്ങളാണ്, ഒന്നെങ്കിൽ ബാർഗ്രാഫ് ഉണ്ട്, ദെൻ പൈ ചാർട്ട് ഉണ്ട്, അതുപോലെ ദെൻ കേസ്ലെറ്റ് ഉണ്ട്. ഇങ്ങനെ ബാർഗ്രാഫ് അല്ലെങ്കിൽ ലോജിക്കൽ ഡി ഐസ് ഉണ്ട്. ദെൻ ഇങ്ങനെയാണ് നമ്മളുടെ ഡി ഐസിൽ സെറ്റ് വരുന്നത്. ഇതിൽ കേസ്ലെറ്റിന് നിങ്ങൾ അത്ര പ്രാധാന്യം തുടക്കത്തിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മേ ബി എക്സാമിൻ്റെ ആ ഒരു സ്ട്രെയിൻ ടൈമിൽ കേസ്ലെറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാലും വീട്ടിൽ വെച്ച് എന്താണെങ്കിലും കേസ്ലെറ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ലോജിക്കേ ഉള്ളായിരിക്കും കേസിലെ ഡി ഐസിലുള്ളത്. ദെൻ ഈ ബാർഗ്രാഫ് ആണെങ്കിലും പൈ ചാർട്ട് ആണെങ്കിലും ലൈൻ ഗ്രാഫ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാം സിമ്പിൾ മെത്തേഡ്സിൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒത്തിരി കാൽക്കുലേഷൻസ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ആദ്യം ഡീകോഡ് ചെയ്തിട്ട് തന്നിരിക്കുന്ന എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ, ആ ഡേറ്റാനെ ആദ്യം ഡീകോഡ് ചെയ്ത് ഒരു ടാബ്ലർ കോളം പോലെ പെട്ടെന്ന് നമ്മളുടെ ആൻസർ ഷീറ്റിൽ വരച്ചതിന് ശേഷം ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ് ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതിനുവേണ്ടി ഡെയിലി ഒരു 5 സെറ്റ് ഡി ഐസ് എങ്കിലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. അത് മസ്റ്റാണ്. ഒരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 സെറ്റ് ഡി ഐ ചെയ്യണം. ആദ്യം ഒരു പ്രിലിംസ് ലെവൽ ചെയ്തതിന് ശേഷം പിന്നെ മെയിൻസിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു യൂട്യൂബ് ക്ലാസ് എടുക്കുക. യൂട്യൂബ് ക്ലാസ്സിൽ എങ്ങനെയാണ് ബേസിക്സ് പറഞ്ഞു തരുന്നത്, ആ ഒരു ബേസിക്സിൽ നിന്നും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, PDF ത്രൂ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അരിത്മെറ്റിക് ടോപ്പിക്സ്. അരിത്മെറ്റിക് എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസിന് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എങ്കിലും മെയിൻസിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ ആണ് അരിത്മെറ്റിക്. ആ ഒരു അരിത്മെറ്റിക് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡി ഐസ് വരെ നമുക്ക് വരാൻ ഉള്ള ചാൻസസ് മെയിൻസ് ലെവലിലുണ്ട്. സോ പഠിക്കുമ്പോൾ അരിത്മെറ്റിക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയാസ് ആയിട്ടുള്ള റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ 3 ഏരിയാസ് അറിയാമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഒരു ക്വസ്റ്റ്യൻസിനും ബേസ് ആവുകയായിരിക്കും ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് SI, CI ഇങ്ങനെ പല ടോപ്പിക്സും എന്താണ് ലിങ്ക്ഡ് ആയിട്ടാണ് നമ്മളുടെ ബാങ്ക് എക്സാംസിനുള്ളത്. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ഒരു അടുത്ത് നിന്ന് തന്നെ എന്താണ് ലിങ്കായിട്ട് എക്സാംസ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ തന്നെ SI, CI അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ആവുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബോട്ട് ആൻഡ് സ്ട്രീം. ബോട്ട് ആൻഡ് സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ എക്സാംസിന് എപ്പോഴും കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡി ഐസ് വരെയും ഈ ബോട്ട് ആൻഡ് സ്ട്രീമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയും നല്ല ഫോക്കസ് കൊടുത്ത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്കിൻ്റെ ഏരിയ പഠിക്കുമ്പോൾ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയയും കവർ ആവുന്നതായിരിക്കും. സോ ടൈം ആൻഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ നിന്ന് നമുക്ക് DI ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. സോ ടൈം ആൻഡ് വർക്ക് മസ്റ്റായിട്ടും പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റമും പ്രാക്ടീസ് ആയിക്കോളും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസും ബോട്ട് ആൻഡ് സ്ട്രീമും ഇൻ്റർ റിലേറ്റഡ് ആണ്. സോ അത് രണ്ടും ഒരുപോലെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഏരിയാസാണ് കൂടുതലും അരിത്തമെറ്റിക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ബാക്കിയൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു നല്ല ഒരു എമൗണ്ട് ഓഫ് മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ബിഗിനർ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എല്ലാ ടോപ്പിക്സും നമ്മൾക്ക് ആ ഒരു ടോപ്പിക്സ് ഏതൊക്കെയാണ് ബാങ്ക് എക്സാമിനുള്ള സിലബസ് എന്നറിയാമല്ലോ, അതിൽ നിന്ന്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏത് ക്വസ്റ്റ്യൻസിനാണ് വെയിറ്റേജ് ഉള്ളത് എന്ന് മനസ്സിലാവും. ദെൻ അതിൽ നിന്നും തിരഞ്ഞെടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മാർട്ട് വർക്കായിട്ട് നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ക്വാൻസിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഏതൊക്കെയാണ് സോഴ്സസ് എന്നുള്ളത്. സോ സോഴ്സസ് ആയിട്ട് 2 സോഴ്സസ് ഉണ്ട്. ഒന്ന് വീഡിയോ സോഴ്സും ദെൻ നെക്സ്റ്റ് വൺ ആണ് PDF സോഴ്സും. വീഡിയോ സോഴ്സസ് ഞാൻ മെയിൻലി ഫോളോ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് പറയാം. എൻ്റെ ബിഗിനർ ലെവലിൽ ഞാൻ അഡ്ഡായിരുന്നു ഫോളോ ചെയ്തിട്ടുള്ളത്. അഡ്ഡയിൽ 0 to ഹീറോ എന്ന് പറയുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് ഒരു 4 to 5 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ്. ബട്ട് എനിക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ആ അഡ്ഡായിലെ ആ ഒരു PDF ആണ് നോക്കുന്നത്. ഒരു പ്ലേലിസ്റ്റ് ഫുള്ള് നമ്മൾക്ക് എല്ലാ അരിത്തമെറ്റിക് ടോപ്പിക്സിനെ കുറിച്ചും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ 0 to ഹീറോ കാണാം. ദെൻ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കരിയർ ഡിഫൈനറാണ്. കരിയർ ഡിഫൈനറിൻ്റെ അരിത്തമെറ്റിക് ക്ലാസ്സസ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അരിത്തമെറ്റിക് പ്ലേലിസ്റ്റ് നമ്മൾക്ക് അവൈലബിൾ ആണ്. സോ അഡായിൽ തന്നെ നമ്മൾക്ക് വൈറൽ മാത്സ് അവൈലബിൾ ആണ്. സോ നമ്മളുടെ സ്പീഡ് മാത്സിൻ്റെ ആ ഒരു ഫൗണ്ടേഷന് വൈറൽ മാത്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. സോ വൈറൽ മാത്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡെയിലി ബേസിസിൽ തന്നെ ഫോളോ ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സോഴ്സാണ്. ദെൻ നെക്സ്റ്റ് ആണ് വേദിക് മാത്സിൻ്റെ ട്രിക്സൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ ഈ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് ആഷിഷ് അറോറ സർ. ആഷിഷ് അറോറ സാറിൻ്റെ ക്ലാസ്സസ് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. മീൻസ് മെമ്മറി ബേസ്ഡ് പേപ്പേഴ്സൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നല്ല ക്ലാസ്സസ് ആണ്. ഒരു പ്രിലിംസ് അത്യാവശ്യം സെറ്റാണ് എന്നുള്ളവർക്ക് പറ്റുന്ന ക്ലാസ്സസ് ആണ് ഈ ആഷിഷ് അറോറ സാറിൻ്റെ ക്ലാസ്സസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹർഷൽ അഗർവാൾ സർ. ഹർഷൽ അഗർവാൾ സാറിൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി മെയിൻസ് ലെവലിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലാസ്സസ് ആണ് ഹർഷൽ അഗർവാൾ സാറിൻ്റെ ക്ലാസ്സസ്. സോ ഒരു മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ ആ ക്ലാസ് ഫോളോ ചെയ്താൽ മതി. ബിഗിനർ ആയിരിക്കെ അഡ്ഡ ഫോളോ ചെയ്യുക, ദെൻ കരിയർ ഡിഫൈനർ, ദെൻ ആഷിഷ് അറോറ, ദെൻ ഹർഷൽ അഗർവാൾ, ഇങ്ങനെ പോകുന്നതായിരിക്കും ബെസ്റ്റ്. സോ ഇത്രയുമാണ് എൻ്റെ വീഡിയോ സോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് PDF സോഴ്സസ്. PDF സോഴ്സസ് ഞാനൊരു ഡെയിലി ബേസിസിൽ തന്നെ ആഷിഷ് അറോറ സാറിൻ്റെ സ്റ്റഡിഫൈഡ് ടെലിഗ്രാം ചാനലിൽ വന്നിരുന്ന ഡെയിലി ചെക്ക് ലിസ്റ്റ് സോൾവ് ചെയ്തിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു PDF നിങ്ങൾക്കും ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആകും. സ്റ്റഡിഫൈഡ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവിടെ അവൈലബിൾ ആകുന്നതാണ്. സോ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ആ ഒരു PDF ഡെയിലി സോൾവ് ചെയ്യുക. ഒരു 20 ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക്, 20 സിംപ്ലിഫിക്കേഷൻ, അങ്ങനെ ഒരു 20 സെറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ചെക്ക് ലിസ്റ്റാണ്. അത് ഉറപ്പായിട്ടും സോൾവ് ചെയ്യണം. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ദെൻ അതല്ലാണ്ട് വേറെ 300 സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ 650 അരിത്തമെറ്റിക് ടോപ്പിക്സ്, അങ്ങനെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ്, ഒരു ബണ്ടിൽ PDF കോഴ്സസ്, അങ്ങനെയുള്ള എല്ലാം എൻ്റെ ടെലിഗ്രാം ചാനലിലായിട്ടുള്ള ദ മല്ലു ബാങ്കറിൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു ചെക്ക് ദെയർ ദെൻ യു ക്യാൻ സീ ദാറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ PDFസും വേറെ ഒരു ചാനൽ പോലും സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ PDFസും അവിടെ അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും സോഴ്സസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ അവൈലബിൾ ആവുന്ന എല്ലാം ഞാൻ അതിൽ ഷെയർ ചെയ്യുന്ന ആണ്. സോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഗൈഡ്ലി ആണ്. ഗൈഡ്ലിയും അതുപോലെ തന്നെ ബാക്കി വരുന്ന ലൈവ് മോക്സും ആണ് ഞാൻ ചെയ്യാറുള്ളത്. സോ ഗൈഡ്ലി വളരെ നല്ലൊരു സോഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബോത്ത് അഫോർഡബിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ വേണ്ട ആ ഒരു കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും രണ്ടും ഗൈഡ്ലിയിൽ ഒരുപോലെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. ഓക്കെ, സോ ഇത്രയുമാണ് ക്വാൻസിൻ്റെ സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.